ഒരു സാധകനെ സംബന്ധിച്ച് ഏകാന്തതയും അതോടൊപ്പം തന്നെ സംസാരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓഷോയൊക്കെ 3 വർഷത്തോളം ബുദ്ധനായതിനു ശേഷം ഞാൻ സംസാരിക്കാതെ ആൾക്കാർ പെരുമാറാതെ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഏകാന്തതയ്ക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് ഒരു സാധകനെ സഹായിക്കുന്നതെന്നാണ്? സാധകനെ തീർച്ചയായിട്ടും ഏകാന്തതയും സംസാരിക്കാതിരിക്കുന്നതൊക്കെ സഹായിക്കും, സംശയമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് കോണ്ടാക്ട്സ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. മറ്റ് കർമ്മങ്ങൾ വന്ന് പ്രവേശിക്കാതിരിക്കാം. മറ്റ് കർമ്മങ്ങൾ പ്രവേശിക്കുന്നതിനെ തടുക്കാമെന്ന് മാത്രമല്ല, നമ്മളിൽ നിന്ന് നമ്മൾ ആർജിച്ചിരിക്കുന്ന പല കർമ്മങ്ങളും മറ്റുള്ളവരിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാതിരിക്കുന്നതിനും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോണ്ടാക്ട്സ് ഇല്ലാതാവും. പിന്നെ സംസാരിക്കാതിരിക്കാവുന്ന ഒരു സ്ഥലത്ത് കയറി ഇരിക്കുകയും അവിടെ സകലരും വന്ന് കാര്യത്തൊട്ട് കണ്ണിവയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പ്രയോജനമില്ല. സംസാരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി മുഴുവൻ കിലോ കണക്കിന് എടുത്തുകൊണ്ട് പോവുകയും തട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരിക്കും. അതുകൊണ്ട് അതിന് വലിയ കാര്യമൊന്നുമില്ല. അതല്ല, സർപ്പയജ്ഞനകത്ത് പോലെ കണ്ണാടിക്കൂട്ടിനകത്ത് കയറി ഇരുന്നോണം, അല്ലാതെ നടക്കില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയ്ക്ക് വിജനമായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർമ്മത്തിൻ്റെ ആവശ്യമില്ലാത്ത സഞ്ചയനം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സഞ്ചയിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർ പോയിരിക്കുന്നത്. അതുപോലെ സംസാരിക്കാതിരിക്കുന്നതും ഏകാന്തതയിലിരിക്കുന്നു, രണ്ടും അത് തന്നെയാണ് കാരണം. അവനവൻ്റെ സാധനയുമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള അവസരം കിട്ടുക. പിന്നെ ഒറ്റയ്ക്കിരിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒറ്റയ്ക്കിരുന്ന് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ പലപ്പോഴും മാനസികമായിട്ട് തന്നെ നമ്മളൊന്ന് ഡൈല്യൂട്ടഡാണ്, ഗാഢതയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ആ ഗൗരവം ലഭിക്കുന്നത്. പിന്നെ അതിൻ്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടമായിട്ട് സഞ്ചരിക്കില്ല. പന്നി കൂട്ടമായിട്ടേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു സിനിമയിൽ ആരോ പറയുന്നുണ്ടല്ലോ, രജനീകാന്ത് പറയുന്നത്. എന്താണ് പറയുന്നത് അറിഞ്ഞൂട്ടാ, പക്ഷെ അത് മാത്രം ഓർമ്മയുണ്ട്. രജനീകാന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്. എന്തോ പറഞ്ഞു, ഉറച്ചു പറയോ? സിംഹവും കൂട്ടായിട്ട് തന്നെ തെറ്റിപ്പോയതാണ് കേട്ടോ. സിംഹം ഒരുമിച്ച് മാത്രം യാത്ര ചെയ്യുന്നതും എഴുതേടുന്നതുമായിട്ട് ജന്തുവാണ്. എന്തായാലും കിടക്കട്ടെ, സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ഏകാന്തതയിലേക്ക് പോകാനുള്ളൊരു താല്പര്യം, ഒരുവൻ്റെ ഗാഢത ഉണ്ടാകുന്ന ഏകാന്തത വളരെ നല്ലത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഏകാന്തമായ ആത്മീയ അന്വേഷണം എന്ന് പറയുന്നത് അന്യം നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ആത്മീയ അന്വേഷണം വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതത്തിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു ആശ്രമത്തിൽ ചെന്ന് ചേരുക, അല്ലെങ്കിൽ സന്യാസി സമൂഹങ്ങളിൽ ചെന്ന് ചേരുക, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ചേരുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം ഇപ്പോൾ ഇല്ല, സാഹസികതയില്ല, ഭയം, തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുമോ എന്നൊരു ഭയം, അവനവൻ്റെ അന്വേഷണത്തിൽ പോലും വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാതിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും സംഘടിതമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കൂട്ടം കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. ആ കൂട്ടം കൂടുന്നതിൽ നിന്ന് ആ ഗാഢത നഷ്ടപ്പെട്ട് ഡൈല്യൂട്ടഡ് ആവുകയും അതുകൊണ്ട് അവൻ്റെ തന്നെ കാഴ്ചപ്പാടുകൾക്ക് ഭ്രംശം വരികയും അവൻ തന്നെ പതുക്കെ വില കുറഞ്ഞവനാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ. അപ്പം അതുകൊണ്ട് ഏകാന്തമായ സന്യാസം, ഏകാന്തമായ അന്വേഷണം എന്നൊക്കെ പറയുന്നത് സാധകന് മേന്മ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഏകാന്തതയിൽ ഇരിക്കാനുള്ളതല്ല. സാറ് കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ടൊരു സന്യാസി ഏകാന്തതയിലിരുന്ന് തപസ്സാണ്, ഭയങ്കര കൊടും തപസ്. അപ്പോൾ ഒരു കൊക്ക് സന്യാസിയുടെ മുകളിലിരുന്ന് കാഷ്ടിച്ചു കൊടുത്തു. കാഷ്ടിച്ച് സന്യാസിയുടെ തലയിൽ വീണു. സന്യാസി മുകളിലോട്ട് എന്തോന്ന് നോക്കി, ഒരു തണുപ്പടിച്ചപ്പോൾ നോക്കിയപ്പോൾ ആ കൊക്ക് ഭസ്മമായി പോയി. അപ്പോൾ സന്യാസിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ സൂപ്പറാണ്, പഴയ ആളല്ല. സന്യാസി എടുത്തുകൊണ്ട് ഇറങ്ങി ഗ്രാമങ്ങളിലേക്ക് പോയി. അവിടെ ചെന്ന് ഭവതി ഭിക്ഷാന്തേഹി എന്ന് വിളിച്ചു. അവിടുത്തെ വീട്ടമ്മ അവരുടെ ഭർത്താവ് തളർവാദത്തിൽ തളർന്ന് കിടക്കുകയാണ്. അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ സാറിനറിയാം, ഞാൻ സാറിനെ നോക്കണില്ല. തളർവാദത്തിൽ കിടക്കുകയാണ്. കിടന്നപ്പോഴത്തേക്കും അങ്ങനെ അവരവരുടെ ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വിഷയം കൊണ്ടുവന്നപ്പം അദ്ദേഹം 2-3 പ്രാവശ്യം വിളിച്ചു, എൻ്റെ അനക്കമില്ല. വിഷയം കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇയാളൊന്ന് തറപ്പിച്ച് നോക്കി. ഉടനെ ആ സ്ത്രീ പറഞ്ഞു,
കൊക്കല്ല കൊങ്കണ എന്ന് പറഞ്ഞ് ഭീഷണം ഇട്ടിട്ട് പോയി. കാരണം അറിയാമല്ലോ കഥ. ഉം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കള്ളാവും, ചുമ്മായെങ്കിലും പറഞ്ഞാൽ അറിയാം. കൊക്കല്ല കൊങ്കണമെന്ന് പറഞ്ഞു. ഉടൻ ഇയാളങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അതെങ്ങനെയാക്കാ നിങ്ങൾ അറിഞ്ഞത് മറ്റേ കാട്ടിലെ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പോൾ ഇതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭർത്താവ് താഴ്ന്ന കിടക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, അയാളുടെ അടുത്ത് പോയി നിന്നാൽ തക്കം നോക്കി നിന്നാൽ അയാൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. ഓ എന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിട്ടു. അയാൾക്ക് പക്ഷേ ഇതോടുകൂടി അയാളുടെ ഇതങ്ങ് ഉരുകിപ്പോയി, നാണക്കേടായിപ്പോയി. ഒരു ഗൃഹസ്ഥായ സ്ത്രീ, അബലയായ സ്ത്രീ നമ്മളെ കച്ചാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് പോയപ്പോൾ അത് ഇറച്ചി വെട്ടിൻ്റെ തിരക്കിലാണ്. അയാൾ ഭയങ്കര അവിടെ ഒരു സന്യാസി വന്ന് നിൽക്കുന്ന കണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് പിച്ചക്കാരനായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇറച്ചി വാങ്ങിച്ചിട്ട് ബാക്കി പൈസ ഇട്ട് കൊടുത്തപ്പോൾ ഇയാൾ വാങ്ങിക്കില്ല. കാരണം ഒന്നാമത് ഇറച്ചി വിട്ടുകാരൻ അവിടെ നിന്ന് വാങ്ങിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ വന്നവരുടെ ഒന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെ ഒന്ന് കുറേ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇറച്ചി വെട്ടാനും ചോദിച്ചു, എന്ത് ക്യാ ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു ഭിക്ഷയ്ക്ക് പോയി, ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇവിടെ വന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിച്ചാത്തിയെല്ലാം കഴുകി ആ പുളിവേരെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അങ്ങ് ഉപദേശം തുടങ്ങുന്നു. ഇതാണ് വ്യാധഗീത. ഒരു വ്യാധന ഉപദേശിച്ചു കൊടുക്കുന്ന ഗീതയാണ് വ്യാധഗീത. നമ്മുടെ ഭാരതത്തിലുള്ള ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉപദേശിക്കാം. അങ്ങനെയുള്ള ഉപദേശത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ പുരോഹിതന്മാർ മാത്രമേ ഉപദേശിക്കാവുന്നൊരു തീരുമാനമൊന്നും ഇവിടെ ഇല്ല. പിന്നെ പറഞ്ഞു അങ്ങനെ ആക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ഉപദേശം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ഏകാന്തതയിൽ പോയി സന്യസിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗുണങ്ങളൊക്കെ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് പോയി ഏകാന്തതയിൽ പോയിരുന്നാൽ ഒരു പ്രയോജനം കിട്ടില്ല. അവനിപ്പോൾ ഈ കൊക്കല്ല കൊങ്കണമെന്ന് സ്ത്രീ പറഞ്ഞതുപോലെ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതും കൂടെ ഓർമ്മിച്ചോണം ഏകാന്തതയിലേക്ക് പോകുന്നതിന് മുമ്പ് കേട്ടോ.